ഇതില് ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? 30 അവിടെ നിർത്തും, 6 അവിടെ കിടക്കും. പിന്നെ എന്താ ചെയ്യണ്ടേ? -2x അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ എന്താവും? +2x ആവും. 6 ഇങ്ങോട്ട് എടുത്താലോ? 30 -6 അതാണ് 2x കിട്ടുക. എത്ര ഉണ്ടാവും? 30 -6 24. 24 2x ആണെങ്കിൽ 24/2 എത്ര ഉണ്ടാവുക? x ഉണ്ടാവും. 24/2 പറഞ്ഞാൽ എത്രയാ? 12 ആണ്. 12 = x. അപ്പൊ x ന്റെ വാല്യൂ എത്ര കിട്ടിയത്? 12. ഇതാണ് ആൻസർ. ഇതിലാണെങ്കിൽ എന്താ ചെയ്യാം? ആദ്യം ഈ -x നെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഇവിടെ x ഉണ്ട്, അവിടെ 200 ഉണ്ട്, +13 ഉണ്ട്. ഈ -x ഇങ്ങോട്ട് വരുമ്പോ +x ആവും. ഇനി എന്താ ചെയ്യാ? x കൂട്ടിയാലേ 2x, ഇത് രണ്ടും കൂടെ കൂട്ടിയാലേ 213. ഇനി നോക്കിയേ, ഇതിലെ x കാണണമെങ്കിൽ 213 എത്ര 2 ഉണ്ട് നോക്കിയാൽ മതി. 213 2 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 1 2 is 2 കുറക്കുക 0. 1 താഴത്തേക്ക് എഴുതാം. 1 എത്ര 2 ഉണ്ട്? ഇല്ല. 0 2s are 0 കുറക്കുക 1. അടുത്ത് 3 എഴുതാം. 13 6 × 2 12 ആണ്. അപ്പൊ ആൻസർ 1 കിട്ടും. ഇവിടെ പോയിന്റ് ഇട്ടിട്ട് കുറച്ച് 0 ഇട്ടൊക്കെ ആവശ്യത്തിന് എടുക്കാം. ആ പോയിന്റ് മുകളിൽ വിടുക, ഒരു 0 താഴത്തേക്ക് എഴുതി. 10 10 എത്ര 2 ഉണ്ട്? 5 5 2 10 കുറച്ചു കഴിഞ്ഞു. ഇതൊന്നും ആവശ്യമില്ല. അപ്പൊ ആൻസർ എത്ര കിട്ടുന്നത്? 106.5. ഇനി അടുത്ത് നോക്കിയാൽ ഇതില് ഈ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, പ്ലസ് ആയതുകൊണ്ട് അല്ലേ. അപ്പൊ ആൻസർ 5x + 20 - x 100 കിട്ടും. ഈ 20 അപ്പുറത്ത് കൊണ്ടായാലും ഇവിടെ 5x ഉണ്ടാവും, -x ഉണ്ടാവും. 20 ഈ +20 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ -20 ആവും. ഇനി 5x ന്ന് 1x കുറച്ചാല് 4x ഇത് കുറച്ചാ എത്രയാ? 80. 4x 80 ആണെങ്കിൽ x ആണെങ്കിൽ 80 80/4. 80 എത്ര 4 ഉണ്ട്? 20. ആൻസർ 20. അപ്പൊ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി ആൻസർ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്യാം.